എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എങ്ങനെയാണ് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ testng.xml ഫയൽസ് കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ maven surefire പ്ലഗിൻ യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ കൂടെ അച്ചീവ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ മെൻഷനിങ് testng.xml ഫയൽ ലൊക്കേഷൻ ഇൻ CMD ബൈ ക്രിയേറ്റിംഗ് വേരിയബിൾ ഇൻ pom.xml. നമ്മൾ ഒരു സിംഗിൾ testng.xml ഫയൽ ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട കമാൻഡ് ഇതാണ്. mvn clean test -d surefire.suiteXmlFiles equal to testng_cmd1.xml. നിങ്ങളുടെ testng XML ഫയലിന്റെ പേരാണ് ഇവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്. എൻ്റെ പ്രൊജക്റ്റിൽ ഞാൻ ഇങ്ങനെ ഒരു ഫയൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ pom.xml-നകത്ത് ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ സിംഗിൾ അല്ല മൾട്ടിപ്പിൾ testng.xml ഫയൽസ് ആണ് റൺ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ സെയിം കമാൻഡ് തന്നെ യൂസ് ചെയ്യുക. ഫസ്റ്റ് XML ഫയലിൻ്റെ കൂടെ ഒരു കോമ ഇട്ടതിനു ശേഷം രണ്ടാമത് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയലിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ testng.xml ഫയൽസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് testng.xml ഫയലിൻ്റെ ലൊക്കേഷൻ നമുക്ക് pom.xml ഫയലിൽ മെൻഷൻ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യേണ്ടത് maven surefire പ്ലഗിൻ്റെ അണ്ടറിലാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ ഫയലിൻ്റെ ലൊക്കേഷൻ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രണ്ട് രീതിയിലും ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി എക്ലിപ്സ് ID ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ഡെമോയ്ക്ക് വേണ്ടി ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാക്കേജിൻ്റെ പേര് pom.xml എന്നുള്ളതാണ്. ഈ പാക്കേജിനുള്ളിൽ രണ്ട് testng ക്ലാസ് ഉണ്ട്. ആദ്യത്തെ ക്ലാസിൻ്റെ പേര് run testng XML from CMD1. ഈ ക്ലാസ് കൺസോളിൽ ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും, testng.xml ഫയൽ എക്സിക്യൂഷൻ ഫ്രം കമാൻഡ് പ്രോംപ്റ്റ് 1. അതുപോലെ രണ്ടാമത്തെ ക്ലാസ്സും സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ്. ഈ ഒരു പർട്ടിക്കുലർ മെസ്സേജ് കൺസോളിൽ പ്രിന്റ് ചെയ്യും, testng.xml ഫയൽ എക്സിക്യൂഷൻ ഫ്രം കമാൻഡ് പ്രോംപ്റ്റ് 2. ഈ രണ്ട് testng ക്ലാസ്സും റൺ ചെയ്യാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് testng.xml ഫയൽ റൂട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ക്ലാസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. രണ്ട് ക്ലാസ്സും റൺ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് testng.xml ഫയലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ റൂട്ട് ഫോൾഡറിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ pom.xml-നകത്ത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ആദ്യമേ ഡിപ്പെൻഡൻസീസ് എന്ന ടാഗിൻ്റെ അണ്ടറിൽ ബിൽഡ് ടാഗ് സ്റ്റാർട്ട് ചെയ്ത് പ്ലഗിൻസ് മാനേജ്മെന്റ് പ്ലഗിൻ എന്ന് കൊടുത്തതിന് ശേഷം maven surefire പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫയലിൻ്റെ ഗിറ്റ്ഹബ് ലൊക്കേഷന് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീഡിയോ ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ബിൽഡ് എന്ന സെക്ഷനകത്ത് maven surefire പ്ലഗിൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ suiteXML ഫയൽസ് എന്നൊരു ടാഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് suiteXML ഫയലിൻ്റെ അകത്ത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, suiteXML ഫയൽ എന്ന് പറഞ്ഞ്. അപ്പം ഈ വേരിയബിൾ യൂസ് ചെയ്താണ് നമ്മൾ testng.xml ഫയലിൻ്റെ ലൊക്കേഷൻ കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ പാസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് കമാൻഡ്, അതായത് സിംഗിൾ testng.xml ഫയൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. maven surefire പ്ലഗിൻ യൂസ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റ്, ഈ കമാൻഡ് ഞാൻ കോപ്പി ചെയ്യുവാണ്. ഞാൻ ഓൾറെഡി പ്രൊജക്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര്, സെലീനിയം ടെസ്റ്റിംഗ്. ഇനി ഞാൻ ആ കമാൻഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. സിംഗിൾ testng.xml ഫയലാണ് റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാസ് ചെയ്യുക. എൻ്റെ കേസിൽ ഫയലിൻ്റെ പേര് testng_cmd1.xml എന്നാണ്. നിങ്ങളുടെ കേസിൽ നിങ്ങൾ ഫയലിന് എന്ത് പേരാണ് കൊടുത്തിരിക്കുന്നത് അതിവിടെ ഈക്വലിന് ശേഷം കൊടുക്കണം. ഞാൻ എൻ്റർ അടിക്കുന്നു. പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അതായത് ഈ കൊടുത്തിരിക്കുന്ന പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇനി മൾട്ടിപ്പിൾ testng.xml ഫയൽ ആണ് റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കമാൻഡ് യൂസ് ചെയ്യുക. ജസ്റ്റ് കോമ ഇട്ടിട്ട് രണ്ടാമത്തെ ഫയലും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ പേസ്റ്റ് ചെയ്യുന്നു ഇവിടെ. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി.
ബിൽഡ് സക്സസ് ആണ്. നിങ്ങൾക്ക് കാണാം രണ്ട് testng ക്ലാസ്സിൽ നിന്നുമുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കമാൻഡ് പ്രോംപ്റ്റിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് pom.xml ഫയൽ യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സിംഗിൾ testng.xml ഫയൽ റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ pom.xml ഫയലിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്താൻ പോവുകയാണ്. ഞാൻ ഈ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലൈൻ കമന്റ് ചെയ്യുന്നു, സോഴ്സ് ആഡ് ബ്ലോക്ക് കമന്റ്. അതിനുശേഷം ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ടാഗ് കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അൺകമന്റ് ചെയ്യുവാണ്, സോഴ്സ് റിമൂവ് ബ്ലോക്ക് കമന്റ്. സോഴ്സ് ഇവിടെ ഞാൻ ആദ്യമേ റൺ ചെയ്യാൻ പോകുന്നത് സിംഗിൾ testng.xml ഫയലാണ്. അതിനുവേണ്ടി ഞാൻ ഇതും കൂടെ കമന്റ് ചെയ്യുവാണ്, സോഴ്സ് ആഡ് ബ്ലോക്ക് കമന്റ്. ഇവിടെ ഞാനൊരു ഡോട്ട് സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം /root ലൊക്കേഷനിൽ നിന്ന് testng.xml ഫയൽ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത ശേഷം ഒരു // യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ suiteXML ഫയൽ എന്നൊരു ടാഗ് യൂസ് ചെയ്താണ് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ testng.xml ഫയലാണ് റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ടാഗ്സ് യൂസ് ചെയ്യാം. ആദ്യമേ ഞാൻ സിംഗിൾ testng.xml ഫയൽ റൺ ചെയ്തതിനു ശേഷം രണ്ടെണ്ണം എങ്ങനെ റൺ ചെയ്യുന്നത് കാണിക്കാം. ഇവിടെ ഞാൻ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന testng.xml ഫയൽ ലൊക്കേഷൻ കൊടുത്തു. ഇനി ഞാൻ കമാൻഡ് പ്രോംപ്റ്റിൽ പോകുന്നു. mvn clean test എന്നുള്ള കമാൻഡാണ് ഇതോടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ബിൽഡ് സക്സസ് ആയി. നിങ്ങൾക്ക് കാണാം കമാൻഡ് പ്രോംപ്റ്റിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ ടാഗ് തന്നെ യൂസ് ചെയ്യുക, suiteXML ഫയൽ. ഈ ഒരു ലൈൻ ഞാൻ അൺകമന്റ് ചെയ്യാൻ പോവുകയാണ്, റിമൂവ് ബ്ലോക്ക് കമന്റ്. ഇതുപോലെ മൾട്ടിപ്പിൾ ഫയൽസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടാഗ് വീണ്ടും ആഡ് ചെയ്യുക. അതിനുശേഷം റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന testng.xml ഫയലിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്താൽ മാത്രം മതി. ഇനി ഞാൻ ഈ ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്ത ശേഷം വീണ്ടും സെയിം കമാൻഡ് യൂസ് ചെയ്യുന്നു. ഇത്തവണ രണ്ട് testng.xml ഫയലും എക്സിക്യൂട്ട് ആവും. ബിൽഡ് സക്സസ് ആയി. നിങ്ങൾക്ക് കാണാം കമാൻഡ് പ്രോംപ്റ്റിൽ രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റും പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സിംഗിൾ testng.xml ഫയൽസ് കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. ഇതിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.